ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ ഇന്ന് കഥയിലേക്ക് വരും മുമ്പ് എല്ലാവരോടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും നാൾ ഞാൻ ഈ ചാനലിൽ പറഞ്ഞതൊക്കെ ഇമാജിനറി സ്റ്റോറീസ് ആയിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. ദിസ് സ്റ്റോറി ഈസ് ബേസ്ഡ് ഓൺ എ റിയൽ ഇൻസിഡൻറ്റ്. ഈ കഥയിലെ നായികയായുള്ള അശ്വതിയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം എന്നോട് പറഞ്ഞത്. അശ്വതി എന്നുള്ള പേര് സാങ്കല്പികമാണ്. അതുപോലെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൻ്റെ എല്ലാം പേരും പ്രൊഫഷനും സ്ഥലവും ഞാൻ മാറ്റിയിട്ടുണ്ട്. അശ്വതിക്ക് ഈ സ്റ്റോറി കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിത് നമ്മുടെ ചാനലിൽ പറയുന്നതാണ്. പുള്ളിക്കാരി എന്നോട് ഷെയർ ചെയ്ത മുഴുവൻ കാര്യങ്ങളും നമുക്കിതിൽ പറയാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങൾ ഓപ്പണായി പറയേണ്ടത് ടെലിഗ്രാം സ്പെഷ്യൽ ചാനലിലാവും പറയുക. നമ്മുടെ ചില സബ്സ്ക്രൈബേഴ്സിനോട് ഒരു കാര്യം പ്രത്യേകം പറയുകയാണേ. ഇനി അശ്വതിയുടെ ഡീറ്റെയിൽസ് ചോദിച്ച് എനിക്ക് മെസ്സേജ് അയക്കേണ്ട. ഇത് 100% കോൺഫിഡൻഷ്യലാണ്. ഞാനൊന്നും റിവീൽ ചെയ്യാൻ പോകുന്നില്ല. അതാരൊക്കെയാണ് എന്ന് ഇത് കേൾക്കുന്ന ടീംസിന് പിടി കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ? ഞാൻ ഇനി കുറച്ച് നേരം അശ്വതിയുടെ ഹസ്ബൻഡിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് കഥ പറയാൻ പോകുന്നത്. എൻ്റെ പേര് നന്ദൻ. തിരുവനന്തപുരം സ്വദേശിയാണ്. വിവാഹിതനാണ്. ഭാര്യ അശ്വതി. ആണായിട്ടും പെണ്ണായിട്ടും ഒരേ ഒരു മകൾ ആർദ്ര. ചിന്മയി. ഞങ്ങളുടെ കുസൃതി കൊടുക്ക. അവളിപ്പോൾ B.Pharm ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. അവളെ ഞാൻ ആർദ്ര എന്നും അശ്വതി ചിന്നു എന്നുമാണ് വിളിക്കാറ്. സന്തോഷം നിറഞ്ഞ ഒരാധുനിക കുടുംബം. അശ്വതിയും ആർദ്രയും ഒന്നിച്ചൊരു ഫോട്ടോ എടുത്ത ചേച്ചിയും അനിയത്തിയാണെന്നേ പറയൂ. രണ്ടാൾക്കും ചുവന്ന കളർ ഇളം ചുണ്ടുകൾ. അതുപോലെ ഇരുവരുടെയും കീഴ്ചുണ്ട് ഒരല്പം വിടർന്നിട്ടാണ്. മേൽചുണ്ട് മാത്രം നോക്കിയ റോസാപ്പൂ ഇതളിൻ്റെ ഷേപ്പാണ്. തീർന്നില്ല. ആണിനെ കൊതിപ്പിക്കുന്ന പോലെയുള്ള കരിമിഴി കണ്ണുകൾ, മുഖത്തിന് ചേർന്ന മൂക്കും ചെവിയും ഇടതൂർന്ന മുടിയും, വെളുത്ത ശരീരം, ഒത്ത തടി, ഒട്ടിയിട്ടുമല്ല എന്ന ചാടിയ വയറുമല്ല. ആർദ്രയുടെ ഒട്ടുമുടയാത്ത ശരീരം. എങ്കിലും രണ്ടാളെയും ഒരുപോലെ ആളുകൾ നോക്കാറുള്ളത് പതിവാണ്. ഇതേ ചൊല്ലി ഞാനെങ്ങാനും പരാതി പറഞ്ഞാൽ എനിക്ക് അസൂയാണെന്ന് പറഞ്ഞെൻ്റെ വായടപ്പിക്കും. ഞാൻ ടൗണിൽ തന്നെ ഒരു പ്രൈവറ്റ് ബാങ്കിൽ ജോലി ചെയ്യുന്നു. പ്രിയതമ അശ്വതിക്ക് നെയ്യാറ്റിൻകരയിൽ ഒരു ഹോസ്പിറ്റലിലുമാണിപ്പോൾ ജോലി. ഞങ്ങൾ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴാണ് തമ്മിൽ ആദ്യമായി കാണുന്നത്. പിന്നെ അവിടെ നിന്നും നല്ല സുഹൃത്തുക്കളായതും ശേഷം വിവാഹം കഴിഞ്ഞതും. എന്നെ കാണാൻ അത്യാവശ്യം നല്ല വെളുത്ത നിറവും ഫിറ്റായ ബോഡിയുമാണ്. പക്ഷേ ഞാൻ ജിമ്മിലൊന്നും പോകാറില്ല കേട്ടോ. അതായത് കിട്ടുന്ന ഫുഡ് ഞാൻ അങ്ങനെ വാരി വലിച്ച് കഴിക്കാതെ ആവശ്യത്തിന് മാത്രം കഴിക്കുന്ന ടൈപ്പാണേ. അതുകൊണ്ടാവാം. അശ്വതിക്ക് കഴിഞ്ഞ കുറേ നാളുകളായി കിടപ്പറയിലുള്ള ജീവിതത്തോട് ഒട്ടും താല്പര്യമില്ലാത്ത പോലെയാണ്. എനിക്കതിൽ നല്ല വിഷമമുണ്ടെങ്കിലും അവളോട് എനിക്ക് സ്നേഹക്കുറവൊന്നുമില്ല. ബോറടിക്കുമ്പോൾ ഞാനിടയ്ക്ക് ചില ഇക്കിളി വീഡിയോ കാണാറൊക്കെയുണ്ട്. അതും പെണ്ണുങ്ങൾ തമ്മിലുള്ള റൊമാൻസാണ് എൻ്റെ ഫേവറേറ്റ്. ഭാര്യ ഉണ്ടായിട്ടും അവളുടെ കൂടെ തീവ്രമായ പ്രണയമുണ്ടായിട്ടും ഇങ്ങനെയുള്ള വീഡിയോയോട് എനിക്ക് എന്തിനാണ് ഇഷ്ടമെന്ന് എനിക്കൊരു പിടിയുമില്ല. പ്രത്യേക ഹരമാണ് രണ്ട് സ്ത്രീകളുടെ പ്രണയ നിമിഷങ്ങളും അവർ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും വീണ്ടും വീണ്ടും കാണാൻ. അശ്വതിയുടെ ഈയിടെയുള്ള മാറ്റത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അതെനിക്ക് ജീവിതത്തിൽ ചെറിയ ഒറ്റപ്പെടൽ സമ്മാനിക്കുന്നത് പതിവായിരുന്നു. ആതുര സേവന രംഗത്തെ ജോലിയുടെ പ്രത്യേകത കൊണ്ട് ഷിഫ്റ്റ് അവൾക്ക് പലപ്പോഴും നൈറ്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ലൈഫ് പഴയതിലും മടുപ്പായി മാറുന്നതുകൊണ്ടും ഞാൻ ഓഫീസിൽ തന്നെ മറ്റു പെൺകുട്ടികളുമായി ചെറുതായിട്ടെങ്കിലും അടുക്കാൻ ആരംഭിച്ചു. അടുപ്പമെന്ന് പറഞ്ഞാൽ സാധാരണ ഞാനധികം സംസാരിക്കുന്ന ടൈപ്പൊന്നുമല്ല. എന്നോട് സംസാരിച്ചാൽ ഞാൻ തിരിച്ചും സംസാരിക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ചെറിയ മാറ്റമൊക്കെ എനിക്കും വന്നിട്ടുണ്ട്.
പെൺകുട്ടികളുടെ കൂടെ കാഷ്വലായിട്ട് സംസാരിക്കാനും കോഫി ഷോപ്പിൽ പോകാനുമൊക്കെ ഒരു ഇൻട്രസ്റ്റ്, അതിൽ കൂടുതലൊന്നുമില്ല. അങ്ങനെ ഓഫീസിലെ ഈ പെൺകുട്ടികളുടെ കൂടെ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ഇത്ര ഫൺ ആൻഡ് ഓപ്പൺ ആണെന്ന് അവരും മനസ്സിലാക്കി. 1-2 മാസങ്ങൾക്ക് ശേഷം എൻ്റെ കൂടെ കോഫി കുടിക്കാൻ വരാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എന്നോട് പ്രത്യേക ഒരു അടുപ്പമുള്ളത് ഞാൻ വൈകാതെ അറിഞ്ഞു. പക്ഷേ ഞാൻ അതിനത്ര താല്പര്യം കാണിച്ചിട്ടില്ല. എന്തോ എനിക്കങ്ങനെ ഒരു അവിഹിതത്തിൽ ചെന്ന് ചാടാനൊന്നും താല്പര്യമില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. പക്ഷേ എൻ്റെ മനസ്സ് ഇന്ന് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. കാര്യം, മനസ്സ് തുറന്ന് പ്രണയിക്കാൻ എനിക്കിന്നൊരാളെ കൂടെ കിട്ടി. ഒരു ദിവസം എൻ്റെ ഓഫീസിലെ കൂടെ ജോലി ചെയ്യുന്ന നീനു പതിവില്ലാതെ എൻ്റെ കാറിൽ ലിഫ്റ്റ് ചോദിച്ചു. അവൾ എന്നെക്കാളും ജൂനിയറാണ്. 2 വർഷമായിട്ടുള്ളൂ ഈ ബ്രാഞ്ചിൽ. ചാർമിംഗ് ആണ്, സംസാരിച്ചിരിക്കാൻ തോന്നുന്ന ടൈപ്പാണ് ആ കുട്ടി. സെമി മോഡേൺ ആണ്. മിക്കപ്പോഴും ജീൻസും ടോപ്പുമാണ് അവൾക്കിഷ്ടം. അത്യാവശ്യം നല്ല അഴകുള്ള മുടിയുമുണ്ട്. അവൾക്ക് എന്നോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾ ചോദിച്ചപ്പോൾ ഞാനും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. നീനുവിൻ്റെ വീട് ഞാൻ പോകുന്ന വഴിയിലാണ്. അവളുടെ അനിയത്തിയും ഭർത്താവും ഇന്ന് അവളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. നീനുവിൻ്റെ ഭർത്താവിൻ്റെ വീട് ഓഫീസിൻ്റെ തൊട്ടടുത്താണ്. അവനൊരു പോഴനാണെന്ന് ഒരിക്കൽ പരിചയപ്പെട്ടപ്പോഴേ ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതിനാലാണോ അവൾക്ക് എന്നോട് നല്ല താല്പര്യമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്ന് വെച്ചാൽ എനിക്ക് സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ കക്ഷി കൊണ്ടുവരാറുണ്ട്. എന്നെ ഇംപ്രസ് ചെയ്യാൻ എൻ്റെ വെട്ടിയൊതുക്കിയ മീശ അവൾക്കിഷ്ടമെന്നും ഭർത്താവിന് മീശയൊന്നുമില്ലെന്നും അവൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 5.5 അടിയിലും ഒരല്പം ഉയരമുണ്ട്. നീനുവിനും എൻ്റെ അതേ ഉയരമാണ്. കിടിലൻ അച്ചായത്തി ചരക്ക് എന്നെ ചുറ്റിപ്പറ്റി വന്നിട്ടും ഞാൻ വീണു പോകാത്തത് അച്ചുവിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. അതെന്തൊക്കെയാണെങ്കിലും അവളെ കൊണ്ട് വലിയ ഉപദ്രവമൊന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ അവളെ നല്ല ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷേ അവളുടെ കിടപ്പറ രഹസ്യം വരെ എന്നോടുള്ള സ്വാതന്ത്ര്യം അവൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നീനുവും എൻ്റെ ഒപ്പം കാറിൽ കയറി. ഞാനും അവളും ഓഫീസിലെ ഓരോ കാര്യം സംസാരിച്ചുകൊണ്ട് എൻ്റെ കാറിൽ സ്മൂത്തായി യാത്ര ചെയ്യുമ്പോൾ കാർ ആർദ്രയുടെ കോളേജിൻ്റെ മുന്നിലെത്തി. ഞാൻ അവൾക്കായി ഗേറ്റിന് മുന്നിൽ വെയിറ്റ് ചെയ്തപ്പോൾ പതിയെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം അവൾ ഇറങ്ങി വന്നു. റെഡ് സ്ലിറ്റ് ടോപ്പും ബ്ലൂ ജീൻസുമായിരുന്നു അവളുടെ വേഷം. 5.5 അടി ഉയരത്തിൽ അവൾക്കത് നല്ല ചേർച്ചയുണ്ട്. ഒപ്പം ലെയർ ചെയ്ത മുടി ഒരു വശത്തേക്ക് ഇട്ടിരിക്കുകയാണ്. ആർദ്രയുടെ കോളേജിൽ കുറേ നാൾ സ്ട്രൈക്കായിട്ട് അടച്ചിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഈയിടെ തുറന്നതേയുള്ളൂ. സോ പോർഷൻ തീരാത്തത് കൊണ്ട് എന്നും വൈകിട്ട് 1 മണിക്കൂർ കൂടുതൽ ക്ലാസ് ഉണ്ടാകും. അവൾ സാധാരണ മുൻപിലാണ് കയറാറുള്ളത്. ഇന്നിപ്പോൾ എൻ്റെ ഒപ്പം നീനു ഫ്രണ്ടിൽ കയറിയിരിക്കുന്നു. നീനുവിനെ കുശുമ്പോടെ ആർദ്ര ഒന്ന് നോക്കി. പക്ഷേ നീനു അത് കാര്യമാക്കാതെ ചിരിച്ചുകൊണ്ട് ഹായ് ആർദ്ര എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നുമോൾ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഹായ് എന്നും പറഞ്ഞ് കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കയറി. എനിക്ക് ശരിക്കും ചിരി വന്നു. ആർദ്ര എന്ത് കുസൃതിയാണ്. അവൾക്കൊരല്പം പൊസസീവ്നെസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ എൻ്റെ ഒപ്പം അടുത്തിരിക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം ആ മുഖത്ത് കാണത്തില്ലായിരുന്നു. ഒരു ടീഷർട്ടും ജീൻസുമാണ് നീനു ഇട്ടിരിക്കുന്നത്. അത് നല്ല സെക്സിയുമാണ്. നീനുവിന് എന്നോടുള്ള അടുപ്പം അവൾ അറിയാതെ നോക്കിയില്ലെങ്കിൽ പണിയാകുമെന്ന് എനിക്കറിയാം. കാര്യം, അശ്വതിയോട് ആർദ്ര അതുപോലെ ചെന്ന് പറഞ്ഞു കൊടുത്താൽ പിന്നെ അത് വേറെ പ്രശ്നമാകും. ഹേയ്, എനിക്കെൻ്റെ അശ്വതിയെ പേടിയല്ല. പക്ഷേ സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഞാൻ നീനുവിനെ വേണ്ടാന്ന് വെക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായല്ലോ. ആർദ്ര, എന്താ പപ്പ, നാളെ ലീവല്ലേ? ശനിയാഴ്ചയും ക്ലാസ് ഉണ്ടോ കുട്ടിക്ക്? നീനുവാണത് അതിശയത്തോടെ ചോദിച്ചത്. ഒരല്പം ചെരിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആർദ്രയെ നോക്കി ചിരിച്ചപ്പോൾ ആർദ്രയുടെ കുരുന്നു മുഖം റിയർവ്യൂ മിററിലൂടെ കണ്ടു. കുശുമ്പി.
എൻ്റെ പൊട്ടിപ്പെണ്ണിൻ്റെ മുഖത്തെ ഓരോ വികാരവും എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാമായിരുന്നു. അവൾക്ക് നീനുവിനെ തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. ഇല്ല ആൻറ്റി, എനിക്ക് ആർദ്രയുടെ ആ മറുപടിയുടെ അർത്ഥം ശരിക്കും മനസ്സിലായി. ആൻറ്റീന്ന് വിളി കേൾക്കാൻ ഒരു 28കാരിക്ക് ഒരിക്കലും ഇഷ്ടമാകില്ല. അത് നീനുവിൻ്റെ മുഖത്ത് ഒരു സെക്കൻഡിൽ തന്നെ പ്രകടമായി. നീനു ഒന്ന് വികൃതമായി ചിരിച്ചുകൊണ്ട്, എന്നെ ആൻറ്റീന്നൊന്നും വിളിക്കണ്ട, ചേച്ചിന്ന് വിളിച്ചാൽ മതി കേട്ടോ. ആർദ്രയും പുച്ഛത്തോടെ അവളെ നോക്കി ചിരിച്ചു. കാർ സ്റ്റീരിയോ വോളിയം കൂടിയപ്പോൾ ആസ്വദിച്ചുകൊണ്ട് എല്ലാവരും മിണ്ടാതിരുന്നു. സത്യത്തിൽ മൂടൊന്ന് മാറാനാണ് ഞാൻ വിദ്യാസാഗറിൻ്റെ മെലഡി വെച്ചത്. ഇവിടെ നിർത്തിയാ നന്ദു. പല്ല് പുളിച്ച പോലെ ഞാനൊന്ന് കണ്ണ് പതിയെ അടച്ചു. നീനു കലമുടച്ചു. നീനു ഇറങ്ങിയപ്പോൾ ആർദ്ര അന്നേരം ഫുൾ വോൾട്ടേജിൽ ചിരിച്ചുകൊണ്ട് എൻ്റെ ഒപ്പം മുന്നിലേക്ക് കയറിയിരുന്നു. എൻ്റെ ഇടം കൈ അവൾ കോർത്തുകൊണ്ട് കവിൾ ചേർത്തു. പപ്പ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട് ആർദ്ര, വീട്ടിൽ പോയിട്ട് പോരെ? ഇപ്പോൾ വേണം. ഞാൻ സ്വിഫ്റ്റ് കാർ സൈഡിലേക്ക് ഒതുക്കി. ആർദ്രയോട് എന്തിനാണ് നീനുവിനോട് ദേഷ്യമെന്ന് ചോദിക്കാമെന്നും ഞാൻ ഊഹിച്ചുകൊണ്ട് ഐസ്ക്രീം പിറകിലെ സീറ്റിൽ നിന്നും ഞാൻ 2 എടുത്തു. ആർദ്ര അപ്പോൾ അവളുടെ ഇടതൂർന്ന മുടി മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി. പപ്പ, നാളെ പപ്പയ്ക്ക് ഫ്രീ അല്ലേ? എന്തു പറ്റി? എന്നെ പൊന്മുടിയിലേക്ക് കൂട്ടിയിട്ട് പോകാമോ? ഇപ്പോൾ നല്ല മിസ്റ്റാണെന്നാണ് പറയണേ. എൻ്റെ പൊന്നുമോൾ അതിന് നേരത്തെ എണീക്കുവോ? ഞാൻ ഐസ്ക്രീം ബോക്സ് തുറന്നുകൊണ്ട് സ്പൂൺ ഒരെണ്ണം അതിലിട്ടുകൊണ്ട് അവൾക്ക് കൊടുത്തു. ആർദ്ര അവളുടെ ഇളം ചുണ്ടിൻ്റെ വിടവിലൂടെ പിങ്ക് നിറത്തിലുള്ള ഐസ്ക്രീം ഇറങ്ങി ചെല്ലുന്നത് ഞാൻ നോക്കി നിന്നു. മോൾ എന്തിനാ നീനുവിനോട് അങ്ങനെ സംസാരിച്ചേ? എങ്ങനെ? അവളൊന്നും അറിയാത്ത പോലെ എന്നോട് സംസാരിക്കുമ്പോഴും അവളുടെ കണ്ണുകളിൽ പിടച്ചിൽ എനിക്ക് പുതിയ അനുഭവമായിരുന്നു. എന്തോ മനസ്സിലൊളിക്കാൻ അവൾ ഒത്തിരി ബുദ്ധിമുട്ടുന്ന പോലെ. പക്ഷേ എനിക്കതെന്താണെന്ന് മനസ്സിലാകുന്നുമില്ല. മോളുടെ നോട്ടം കണ്ടപ്പോൾ പപ്പയ്ക്ക് അങ്ങനെ തോന്നി. അത് പിന്നെ അവളെ എനിക്കിഷ്ടമല്ല. അവൾ ഐസ്ക്രീം വേഗം വലിച്ചുരിഞ്ഞുകൊണ്ട് നിലത്ത് നോക്കി പറഞ്ഞു, അങ്ങനെ മുതിർന്നവരെ പറയില്ലടാ. ആ പാവം എന്ത് തെറ്റ് ചെയ്തു മോളോട്? വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ആർദ്ര, പപ്പയോട് ആ സാധനം പ്രപ്പോസ് ചെയ്തത് ഞാൻ അറിയില്ല എന്നാ? ചക്ക വെട്ടിയിട്ട പോലെ അവൾ അത് ചോദിച്ചപ്പോൾ എൻ്റെ തൊണ്ട ഇടറി. ഐസ്ക്രീം പെട്ടെന്ന് ഞാൻ വിഴുങ്ങിയതും തൊണ്ടയിലൂടെ തണുപ്പരിച്ചിറങ്ങി. അവളോട് എന്തു പറയണമെന്നറിയാതെ ഞാൻ അവളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഞാനെല്ലാം അറിയുന്നുണ്ട് എന്ന ഭാവമായിരുന്നു ആർദ്രയ്ക്കപ്പോൾ. മോളോട് ഇതൊക്കെ ആരാ പറഞ്ഞേ? എൻ്റെ ആർദ്ര, നീ? ആകാംക്ഷ വിട്ടുമാറാതെ ഞാൻ അവളോട് ആ ചോദ്യം എറിഞ്ഞതും അവൾ എന്നെ കലിപ്പിച്ചൊരു നോട്ടം അങ്ങ് നോക്കി. എന്നിട്ട് ഇച്ചിരി ബാക്കിയുള്ള ഐസ്ക്രീം വഴിയരികിലേക്ക് എറിഞ്ഞുകൊണ്ട് അവൾ കാറിലേക്ക് തിരിഞ്ഞു നടന്നു. എന്തു പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യണമെന്നറിയാതെ ഞാനും കാറിൽ കയറിയപ്പോൾ അശ്വതിയുടെ ഫോൺ എൻ്റെ മൊബൈലിലേക്ക് വന്നു. നന്ദൂട്ടാ, ഞാൻ ഇറങ്ങുക ഹോസ്പിറ്റലിലേക്ക്. ആശ്വാസമായി. നൈറ്റ് ഷിഫ്റ്റ് ഈ ആഴ്ചത്തോടെ തീരുക. പിന്നെ പാല് ഫ്രിഡ്ജിലുണ്ട്, ചിക്കൻ കറിയുണ്ട്. നന്ദൂട്ടനും ചിന്നുവും കൂടെ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചിട്ട് മിടുക്കനായിട്ട് എൻ്റെ പൊന്നുമോൻ ഉറങ്ങിക്കോട്ടോ. അവളോടെല്ലാത്തിനും എന്ന് മൂളുമ്പോഴും ഞാൻ ഇടയ്ക്ക് ആർദ്രയുടെ കുസൃതി നിറഞ്ഞ മുഖത്തെ കലിപ്പ് ഭാവം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീടെത്തും വരെ ഞാൻ 1-2 വട്ടം സംസാരിച്ചപ്പോഴും ആർദ്ര തിരിച്ചൊന്നും മിണ്ടാതായപ്പോൾ എനിക്കുറപ്പായി എൻ്റെ സുന്ദരിക്കുട്ടിക്ക് നല്ല വിഷമം വന്നിട്ടുണ്ടെന്ന്. ഇരുനില വീട്ടിലേക്ക് കയറുമ്പോഴും അശ്വതി ഹോസ്പിറ്റലിലെ ബസ്സിൽ യാത്ര തിരിച്ചിരുന്നു. ആർദ്ര വേഗം കാറിൽ നിന്നും ഇറങ്ങി ഡോറ് വലിച്ചടച്ചുകൊണ്ട് ഡോറ് വേഗം തുറന്നുകൊണ്ട് അവളുടെ മുറിയിലേക്ക് സ്റ്റെപ്പ് കയറി ഓടിച്ചെന്നു. ഞാൻ താഴെ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് കയറി ഡ്രസ്സ് ഊരിയിട്ടുകൊണ്ട് കുളിക്കണമെന്ന് ആലോചിച്ചു. കുറച്ചു നേരം കഴിയട്ടെ, ആർദ്ര ഒന്ന് തണുക്കുമ്പോൾ സംസാരിക്കാമെന്നും വിചാരിച്ചു. ഷവറിൽ നനഞ്ഞുകൊണ്ട് കുറച്ചു നേരം ആലോചിച്ചു. എങ്ങനെയായിരിക്കും ആർദ്ര അതറിഞ്ഞു കാണുക? എൻ്റെ മൊബൈലിൽ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, അതുകൊണ്ട് അതുവഴിയാകാൻ ഒരു ചാൻസും ഇല്ല. നീനു അതിനെന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? വാട്സാപ്പിലെ ചാറ്റ് ഒന്നുകൂടെ നോക്കണമല്ലോ ഈശ്വര. ഞാൻ വേഗം കുളി കഴിഞ്ഞ്
ടവലും ചുറ്റി മൊബൈലിൽ വാട്സാപ്പ് തുറന്ന് നോക്കിയപ്പോഴാണ് ഇപ്പോഴാണ് ഞാനും ഞെട്ടുന്നത്. നീനുവിൻ്റെ ചാറ്റ്സ് എല്ലാം ആർക്കൈവ് ചെയ്തിട്ടേക്കുക. അതിലുണ്ട് അവൾ എന്നോട് അയച്ച ഇമോജികൾ. ഞാൻ പക്ഷേ ഒന്നും അവൾ ഉദ്ദേശിക്കുന്ന പോലെ റെസ്പോണ്ട് ചെയ്യാറുമില്ല. ഞാൻ ടീഷർട്ടും ട്രാക്ക് പാൻസും ഇട്ടുകൊണ്ട് പയ്യെ ആർദ്രയുടെ മുറിയിലേക്ക് കയറി. അവൾ കുളിക്കാൻ കയറിയിരിക്കുകയാണ്. ഞാൻ അവളുടെ പ്രൈവസിയെ മാനിക്കുന്നത് കൊണ്ട് 1 വർഷമായിട്ട് അവളുടെ മുറിയിലേക്ക് അങ്ങനെ കയറാനൊന്നുമില്ല. പക്ഷേ ഇന്ന് കയറിയപ്പോൾ അവളുടെ മുറി ഞാനൊരു രസത്തിന് നോക്കാമെന്ന് വെച്ചു. ചുറ്റും പിങ്ക് പെയിൻ്റാണ്, അതാണ് അവൾക്കിഷ്ടം. ബാൽക്കണിയിൽ നിറയെ പൂച്ചെടികളുണ്ട്, എല്ലാം റോസാപ്പൂവാണ്. പഠിക്കുന്ന ടേബിളിൻ്റെ താഴെ ഒരു വലിപ്പുണ്ട്. ഞാനത് തുറക്കാൻ എന്നെ തോന്നിപ്പിച്ചതാരാണെന്നൊന്നും അറിയില്ല. പക്ഷേ അതായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. വലിപ്പ് തുറന്ന് ഞാൻ അവളുടെ ഡയറി കണ്ടു. പക്ഷേ അതിനൊരു കുഞ്ഞു പൂട്ടുമുണ്ട്. ഞാനതവിടെ വെച്ചു. ഷവറിലെ ശബ്ദം ഞാൻ കാതോർത്തപ്പോൾ അത് പയ്യെ നിന്നു. 5 മിനിറ്റിൽ അവൾ പുറത്തേക്കിറങ്ങുമായിരിക്കുമെന്ന് ഞാൻ ഓർത്തു. ആ ഡയറിയുടെ ഇടയിൽ ഒരു ഫോട്ടോ പോലെ എന്തോ പുറത്തേക്ക് ഒരല്പം തള്ളി നിൽക്കുന്നത് ഞാൻ കണ്ടപ്പോൾ ആദ്യമൊന്ന് ഭയന്നു. അവൾക്ക് ഇനി ആരോടെങ്കിലും പ്രണയമോ മറ്റോ ഉണ്ടാവുമോ? ഞാനത് വലിച്ചെടുക്കാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് കിട്ടുന്നില്ല. എങ്കിലും ഒന്നുകൂടെ നഖം അമർത്തി വലിച്ചപ്പോൾ അത് വന്നു. എൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, കുറച്ച് വർഷം മുമ്പുള്ളതാണ്. അതിൽ ചുവന്ന ചുണ്ടുകൾ പലയാവർത്തി പതിഞ്ഞതും കണ്ടപ്പോൾ എനിക്കെന്തോ എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല. ബാൽക്കണിയിൽ നിന്നും വരുന്ന ഇളം കാറ്റ് എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി. ആ ഫോട്ടോയുടെ പിറകുവശം കൂടെ ഞാൻ നോക്കിയപ്പോൾ പ്രണയം എന്തെന്ന് ഞാൻ അറിയുന്നത് നിന്നിലൂടെയാണ്. എന്നെ ഒരേ സമയം ദുർബലയും മനസ്സുകൊണ്ട് എല്ലാ വേദനയും താങ്ങാനുള്ള ശക്തിയുമാക്കുന്ന മാജിക്. ഐ ലവ് യു നന്ദൂട്ട. എന്താണിത്? ആർദ്ര, നീ? നെഞ്ചു നുറുങ്ങുന്ന പോലെ എൻ്റെ പൊന്നുമോൾ ആർദ്ര. അവൾക്കിങ്ങനെ തോന്നാനും മാത്രം ഞാൻ എന്താ ചെയ്തത്? പാടില്ല. വെട്ടിയിട്ട പോലെ ഞാൻ ബെഡിലേക്ക് അമർന്നു പോയി. മകളുടെ നല്ലതിന് വേണ്ടി എന്നും ഉള്ളുരുക്കി പ്രാർത്ഥിച്ച ദൈവങ്ങൾ എന്നെ ചതിക്കുന്ന പോലെ തോന്നിയതും എന്തോ എൻ്റെ കണ്ണിലൂടെ വെള്ളം കടൽ പോലെ ഒഴുകിക്കൊണ്ടിരുന്നു. ഞാൻ വേഗം ആ ഫോട്ടോ അതുപോലെ ഡയറിയുടെ ഉള്ളിലേക്ക് കയറ്റാൻ നോക്കിയെങ്കിലും നടന്നില്ല. എനിക്കെന്തോ പിന്നീട് അവിടെ നിൽക്കാൻ തോന്നിയില്ല. വേഗം ഞാൻ എൻ്റെ കണ്ണീര് തുടച്ചുകൊണ്ട് താഴെ സോഫയിൽ വന്നിരുന്നു. ഇരുന്നപ്പോഴാണ് ആ ഡയറി ഞാൻ എടുത്തെന്ന് ആർദ്ര അറിയുമല്ലോ എന്ന് ഓർത്തത്. 1/2 മണിക്കൂറായി. ഇതുവരെ ആർദ്ര താഴേക്ക് വന്നില്ല. എനിക്കാകെ പേടിയായി. ഞാൻ സോഫയിൽ ചരിഞ്ഞു കിടന്നു. ഇത് തെറ്റാണോ ശരിയാണോ? ഞാൻ എങ്ങനെ അവളെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് ആലോചിച്ചപ്പോൾ പ്രേമനൈരാശ്യത്തിൽ ഒരു പെൺകുട്ടി ഞരമ്പ് മുറിച്ച വാർത്ത ഈയിടെ വായിച്ചത് ഞാൻ ഓർത്തു. പെട്ടെന്ന് എനിക്കെന്തോ മനസ്സ് പിടഞ്ഞു. ഞാൻ വേഗം മുകളിലേക്ക് ഓടിയപ്പോൾ ആർദ്ര പിങ്ക് ടോപ്പും വൈറ്റ് ലെഗിങ്സ് ഇട്ടുകൊണ്ട് കാല് നീട്ടി ബെഡിൽ ചാരിയിരുന്നു കൊണ്ട് നഖം കടിക്കുന്നു. അവളുടെ നനമുണങ്ങാത്ത മുടിയിഴകൾ മാറിലേക്ക് വീണിട്ടുണ്ട്. അവളുടെ മനസ്സ് വിഷാദമായിരിക്കാമെന്ന് ഞാൻ ഊഹിച്ചു. ഞാൻ അകത്തേക്ക് കയറിയപ്പോഴും അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. പക്ഷേ ഞാൻ ബെഡിലിരുന്ന ആ നിമിഷം അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ വേഗം അവളുടെ അടുത്തിരുന്നു കൊണ്ട് സംസാരിക്കാൻ ശ്രമിച്ചു. എനിക്കുമെന്തോ കഴിയുന്നേയില്ല. ഞാൻ അവളുടെ കണ്ണീര് മാത്രം തുടച്ചുകൊണ്ട് എൻ്റെ നെഞ്ചോട് ചേർത്തി. സോറി നന്ദൂട്ട, ഇറ്റ്സ് ഓക്കെ, എനിക്ക് മനസ്സിലാക്കാം. ഞാൻ അവളുടെ കണ്ണീര് നിറഞ്ഞ മിഴികളിൽ എൻ്റെ ചുണ്ടമർത്തി. ആർദ്ര കണ്ണിമകൾ പൂട്ടുമ്പോഴും അതിൽ അടക്കി വെക്കാനാവാത്ത കണ്ണീർ തുള്ളികൾ കവിളിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. എൻ്റെ ചുണ്ടുകൾ ആർദ്രയുടെ കവിളിൽ കൂടെ അരിച്ചിറങ്ങിയപ്പോൾ അവളുടെ മുഖത്തെ നാണം എൻ്റെ ഉള്ളിലെ കാമുകനെ ഉണർത്തുന്നതിൽ സഹായിക്കുന്നുണ്ടെന്ന് ഞാൻ വൈകിയാണ് അറിഞ്ഞത്. പക്ഷേ അത് മനസ്സിലാകുമ്പോഴേക്കും ഞാനും അവളും ഒരു ശരീരമായി, ഒരു മനസ്സായി മാറിയിരുന്നു. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ നനമുണങ്ങാത്ത മുടിയിഴകളിലൂടെ എൻ്റെ കൈകൾ അരിച്ചിറങ്ങുമ്പോഴും എൻ്റെ സുന്ദരിക്കുട്ടി എന്നെ കൂടുതൽ അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു.
നാളുകളായി കിട്ടാത്ത സ്ത്രീ സ്നേഹം എൻ്റെ ആർദ്രയിൽ നിന്നും തിരിച്ചും അവൾ അറിയിക്കുമ്പോൾ എൻ്റെയും അവളുടെയും മാനസിക നില അതിരുകൾ വിട്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ എല്ലാം സംഭവിച്ചതിന് ശേഷം എനിക്കെന്തോ വല്ലാത്ത കുറ്റബോധം തോന്നി. വേണ്ടായിരുന്നു. ഞാനൊന്നും മിണ്ടാതെ ആർദ്രയെ എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ തല കുനിച്ചിരുന്നു. കൊടും പാപത്തിന് എന്നെ തോന്നിപ്പിച്ച എൻ്റെ മനസ്സിനെ ഞാൻ വെറുത്തു. ആ മുറിയിൽ നിന്ന് എണീറ്റ് പോകാൻ നേരം ആർദ്ര എന്നെ കൈപിടിച്ച് വലിച്ചുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എൻ്റെ മനസ്സാകെ തകർന്നു. അവളുടെ അച്ഛനായ ഞാനിത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ശപിക്കപ്പെട്ട ജന്മമാണെന്ന് സ്വയം പ്രാഗിക്കൊണ്ടിരുന്നു. ആർദ്രയിൽ നിന്ന് എണീറ്റ് മാറിക്കൊണ്ട് ഞാൻ അവളുടെ കാലിൽ പിടിച്ചുകൊണ്ട് മുഖം ചേർത്ത് കരഞ്ഞപ്പോൾ, നന്ദൂട്ടാ, ഐ ലവ് യു, പ്ലീസ് കരയല്ലേ. പപ്പ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ല. എനിക്കെൻ്റെ പപ്പയെ ജീവനാണ്. പപ്പ മറ്റൊരാളെ സ്നേഹിക്കുന്നത് എനിക്ക് താങ്ങാനാവില്ല. ഇടയ്ക്ക് ഞാൻ പപ്പയുടെ ഫോൺ നോക്കുമ്പോൾ അവളുടെ മെസ്സേജ് കാണുമ്പോൾ എനിക്കെന്തോ ഉള്ളിൽ നീറുന്ന പോലെയാ. പപ്പയ്ക്ക് അവളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അമ്മയെ ഓർത്ത് അവളുടെ ഇഷ്ടം സ്വീകരിക്കാതിരിക്കുമല്ലേ. മോളെ, നീ വിചാരിക്കും പോലെയല്ല. പപ്പയ്ക്ക് നീയും അശ്വതി അല്ലാതെ മറ്റാരുമില്ല ഈ ലോകത്ത്. എനിക്ക് പക്ഷേ മോളോട് അമ്മ അറിഞ്ഞാൽ അവൾ ഒരുപാട് വിഷമിക്കില്ലേ? അറിയില്ല നന്ദൂട്ടാ, ബട്ട് സ്റ്റിൽ ഐ ലവ് യു. എനിക്ക് മറക്കാൻ പറ്റില്ല. എനിക്കതിന് കഴിയില്ല. എൻ്റെ എല്ലാം ഞാൻ പപ്പയ്ക്ക് തരാം. മറ്റാരെയും സ്നേഹിക്കാതെ പപ്പയുടെ മനസ്സ് നിറയെ ഞാൻ മാത്രമായിരിക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ. സ്വാർത്ഥത ആണെന്നറിയാം. പക്ഷേ അവളെ കൂടുതലൊന്നും പറയാൻ അനുവദിക്കാതെ ഞാൻ വിരലുകൾ കൊണ്ട് അവളുടെ ചുണ്ടുകളിൽ തടസ്സമിട്ടു. അവൾ എന്നെ നോക്കി നാണിച്ച് ചിരിക്കുമ്പോഴും അവളുടെ കണ്ണിലെ സന്തോഷത്തിൻ്റെ കണ്ണീർ എനിക്കുള്ളിൽ ഒരല്പം സമാധാനം തന്നു. എൻ്റെ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ മിന്നിമറയുകയായിരുന്നു. അപ്പോൾ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഒരു കുഞ്ഞിനെ വേണമെന്ന് ഞാനും അശ്വതിയും ഒരേപോലെ ആഗ്രഹിച്ചിരുന്നു. രണ്ടാളും അതിനുവേണ്ടി രാപകൽ വിയർത്ത് കഷ്ടപ്പെട്ടാണ് ആർദ്ര ഞങ്ങൾക്കിടയിലേക്ക് വന്നത്. അവളെ കയ്യിലേറ്റു വാങ്ങിയതും ഒരു വ്യാഴവട്ടക്കാലം അവളെ മാറിൽ കിടത്തി ഞാൻ ഉറക്കിയതും ഞാൻ ഓർത്തു. പക്ഷേ ഇനി അങ്ങോട്ട് എൻ്റെ പൊന്നോമനെയും ഞാനും പ്രണയത്തിൻ നൂലിഴകളിൽ ഊടും പാവുമായി മാറാൻ പോവുകയാണെന്ന് എന്നെപ്പോലെ ആർദ്രയ്ക്കും അത് ഉറപ്പായി. പപ്പയ്ക്ക് എന്നെ ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ? ആർദ്ര ചോദ്യശരം എഴുതിവിടാൻ തുടങ്ങി. ആ, എന്താ ചോദിച്ചേ? പപ്പയ്ക്ക് എന്നെ ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ എന്ന്? ആരെക്കാളും എനിക്ക് നിന്നെയാണ് ആർദ്ര. എൻ്റെ പൊന്നുമോളുടെ മുടിയിഴകളിൽ ഞാൻ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൊച്ചെന്ത് സുന്ദരിയാ. അമ്മയെക്കാൾ സുന്ദരിയാണോ ഞാൻ? അല്ല. ഞാനത് പറഞ്ഞപ്പോഴേക്കും അവൾ ദേഷ്യം അഭിനയിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ കടിക്കാൻ തുടങ്ങി. ആ മോളെ. പെട്ടെന്ന് സൈഡ് ടേബിളിലെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അശ്വതി. ആർദ്ര കൈ എത്തിച്ചുകൊണ്ട് ലൗഡ് സ്പീക്കറിലിട്ടു. അമ്മേ. പപ്പയോടെ ചിന്നു? ഞാൻ ഹോസ്പിറ്റലിലെത്തി പറ. ഞാനിവിടെ ഉണ്ടച്ചു. ആഹാ, രണ്ടാളും കൂടെ കിന്നാരം പറഞ്ഞിരിക്കുകയാണോ? ഡിന്നറൊന്നും വേണ്ടേ? വിശപ്പില്ല. ഞാനത് പറയുമ്പോൾ ആർദ്ര എന്നെ നോക്കി ചിരിച്ചു. ഒന്നുമില്ല, ഇവിടെ നിൻ്റെ ചിന്നുമോള് എന്നെ ഉപദ്രവിക്കുക. ഞാനില്ലെങ്കിൽ മതി, അച്ഛനും മോളും കൂടെ. ഫോൺ ആർദ്രയ്ക്ക് കൊടുത്തേ. ലൗഡ് സ്പീക്കറിലാ. പറഞ്ഞോ. ചിന്നുമോളെ, നീ എൻ്റെ നന്ദേട്ടനെ എന്തിനാ ഉപദ്രവിക്കുന്നേ? ഒന്നുമില്ല അമ്മേ, നാളെ ലീവല്ലേ, പൊന്മുടിക്ക് കൂട്ടിയിട്ട് പോകാമോ എന്ന് ചോദിച്ചതാ അമ്മേ ഞാൻ. കുറുമ്പൊന്നും കാണിക്കാതെ നന്ദൂട്ടിന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കേണ്ട ചിന്നുമോൾ. അമ്മ നാളെ വരാം. കുറുമ്പൊന്നും കാണിക്കില്ല. നന്ദൂട്ടൻ എൻ്റെയാണ്. സ്നേഹിച്ച് കൊല്ലാൻ പോവാ ഞാൻ. കുറുമ്പി എന്നും പറഞ്ഞിട്ട് അച്ചു ഫോൺ കട്ട് ചെയ്തു. അടുത്ത നിമിഷം ആർദ്ര എൻ്റെ ഫോൺ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് എന്നെ പിടിച്ച് വലിച്ച് ബെഡിലേക്കിട്ടു. ശേഷം ആർദ്രയും നന്ദനും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ നമുക്ക് കൂടുതൽ പറയാൻ കഴിയില്ല. ഇതിനു ശേഷം അശ്വതിയും ആർദ്രയും തമ്മിലുള്ള പ്രണയരംഗങ്ങൾ നന്ദൻ അപ്രതീക്ഷിതമായി കാണേണ്ട സാഹചര്യം വരുന്നുണ്ട്. അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്.
ശേഷം അവരുടെ താല്പര്യത്തോടെയും സമ്മതത്തോടെയും മൂവരും തങ്ങളുടെ ജീവിതമെല്ലാം അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ആസ്വദിക്കുന്നു. അതാണ് ഈ കഥയിൽ. നമ്മുടെ കഥ നായികയും കുടുംബവും ഇപ്പോൾ വിദേശത്ത് ഒരു രാജ്യത്താണുള്ളത്. ആർദ്ര ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹ ജീവിതത്തോട് അവൾക്ക് താല്പര്യമില്ല. ഈ സ്റ്റോറി അവർ തന്നെ തന്നതാണ്. എൻ്റെ വോയിസിൽ കേൾക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ ഇട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ കഥ എല്ലാ വിവരണങ്ങളും ഉൾപ്പെടുത്തി ടെലഗ്രാം സ്പെഷ്യൽ ചാനലിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.